സർക്കാർ വക കാറുണ്ടെങ്കിലും പുതുക്കാട് എം.എൽ.എ. സി രവീന്ദ്രനാഥിന് ഇന്നും ഇഷ്ടം സൈക്കിളിനോടാണ്. പെട്രോളിന് വില ദിനംപ്രതി കുതിച്ചു വരുമ്പോൾ സൈക്കിൾ വാഹനമാക്കാനാണ് ദിവസവും 10 കിലോമീറ്ററെങ്കിലും സൈക്കിൾ യാത്ര നടത്തുന്ന ഈ പ്രൊഫസറുടെ നിർദ്ദേശം. രണ്ടുവട്ടം എം.എൽ.എ. ആയ രവീന്ദ്രനാഥ് എവിടെ പോകാനിറങ്ങിയാലും ഇപ്പോൾ രണ്ടുവട്ടം ആലോചിക്കും. സൈക്കിൾ വേണോ അതോ കാർ എടുക്കണോ? ചെറിയ യാത്രയെങ്കിൽ സൈക്കിൾ തന്നെ. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ വിദ്യാർത്ഥികൾ പോലും ബൈക്കിൽ വരുമ്പോൾ സൈക്കിളിലായിരുന്നു രവീന്ദ്രൻ മാഷിന്റെ പോക്ക്. ജനപ്രതിനിധിയായതോടെ കോളേജിൽ പോക്കിന് ബ്രേക്കിട്ടെങ്കിലും സൈക്കിൾ യാത്ര മുടക്കിയിട്ടില്ല. ദിവസവും പ്രഭാത സവാരിക്ക് ഇറങ്ങുന്ന മാഷ് 10 കിലോമീറ്ററെങ്കിലും സൈക്കിളിൽ സഞ്ചരിക്കും. പെട്രോൾ ലാഭത്തിന് പുറമെ കായികക്ഷമത കൂടി കണക്കിലെടുത്താണ് 30 വർഷമായി തുടരുന്ന ഈ സൈക്കിൾ സവാരി. ഇപ്പോൾ തന്നെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില വർധന ഒരിക്കലും താങ്ങാൻ പറ്റാത്ത രീതിയിലായിരിക്കുകയാണ്. ഗതാഗത മേഖലയിലാണ് അതിൽ ഏറ്റവും പ്രതികൂലമായ അവസ്ഥ സൃഷ്ടിക്കുന്നത്. പരമാവധി സൈക്കിൾ യാത്ര എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇന്ധനം നമുക്ക് ലാഭിക്കാൻ കഴിയും. അതുകൊണ്ട് വിലവർധന തടയാൻ പറ്റുമെന്നല്ല, എങ്കിലും നമുക്ക് ചെയ്യാവുന്നത് പരമാവധി ഇന്ധനം കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പെട്രോൾ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ എം.എൽ.എ. ഇത്തവണ ഒരു കാര്യം കൂടി തീരുമാനിച്ചിട്ടുണ്ട്. നിയമസഭയിലെത്തിയാൽ പെട്രോൾ വെറുതെ കത്തിച്ചു കളയുന്ന സഹപ്രവർത്തകരെ ഒന്ന് ഗുണദോഷിക്കണം. പിന്നെ എം.എൽ.എ. ഹോസ്റ്റലിൽ നിന്ന് നിയമസഭയിലേക്കുള്ള യാത്ര സൈക്കിളിലാക്കണം. ഇത്തവണ നിയമസഭയിലെത്തുമ്പോൾ നിയമസഭാംഗങ്ങളോടും നിയമസഭയിലെ മറ്റു ഉദ്യോഗസ്ഥന്മാരോടും പരമാവധി സൈക്കിൾ ഉപയോഗിക്കണം എന്ന് പറയും. എന്ന് മാത്രമല്ല, എം.എൽ.എ. ഹോസ്റ്റലിൽ നിന്ന് നിയമസഭയിലേക്ക് നടന്നു പോകാൻ പറ്റുമെങ്കിൽ നടന്നു പോവുക, നടന്നു പോകാത്ത പക്ഷം സമയക്കുറവുണ്ടെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കാൻ ശ്രമിക്കും. എല്ലാ എം.എൽ.എമാർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അത് അത്തരം ചെയ്താൽ വെച്ചാൽ എം.എൽ.എ. സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഇപ്പോൾ ഓടുന്നത്. KSRTC ഒരു വണ്ടിയാണ് ഓടുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ഡീസൽ ലാഭിക്കാൻ സാധിക്കും. നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. ഒന്നുകിൽ നടന്നു പോകാം, അല്ലെങ്കിൽ സൈക്കിളിൽ പോകാം. വിലവർധന മറികടക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും പെട്രോൾ വിലവർധനയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധം ഉയർത്തണമെന്നാണ് എം.എൽ.എയുടെ നിലപാട്. രവീന്ദ്രൻ മാഷിന്റെ ഗാലസ പദ്ധതി സംസ്ഥാനമാകെ മാതൃകയാക്കിയതുപോലെ ഈ സവാരി ഗിരിഗിരിയും മാതൃകയാക്കാവുന്നതേ ഉള്ളൂ, പ്രത്യേകിച്ചും ജനപ്രതിനിധികൾക്ക്. പുതുക്കാട് നിന്നും ബിജി